അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം. അതായത് ഇപ്പം വീട്ടിൽ പ്രായമായി വാർദ്ധക്യത്തിലായിട്ട് രോഗിയായ അവസ്ഥയിൽ ഇപ്പം ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ചികിത്സയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അവർ അഡ്മിറ്റ് ചെയ്യും. പിന്നെ പരമാവധി മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അതൊന്നും ഫലവത്താവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ പറയും, ഇനി ഏതായാലും നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളി എന്ന് പറയും. കാരണം മരുന്നും മറ്റുള്ള ചികിത്സയും കൊടുത്തിട്ടൊന്നും എനിക്ക് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ നമ്മളിപ്പം വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീട്ടിൽ കിടത്തും. പിന്നെ എപ്പോഴാണ് റൂഹ് പോകുന്നത് എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉലമാക്കൾ കിതാബുകളിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉസ്താദെ? വിശദമായ മറുപടി ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വല്ലാത്തൊരു ഘട്ടമാണത്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനെ തൊട്ട് സലാമത്തെന്ന് അനുഗ്രഹിക്കട്ടെ. കുടുംബക്കാരും വേണ്ടപ്പെട്ടവരൊക്കെ നോക്കി പ്രയാസപ്പെട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാകുന്ന വല്ലാത്തൊരവസ്ഥ. ഏതായാലും അത്തരം ഘട്ടങ്ങളിൽ പൊതുവെ മരണം ആസന്നമായ ആളുകളെടുക്കൽ സമീപിക്കേണ്ട നിലപാടുകൾ ഫുഖഹ ധാരാളം വിവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റൂഹുകൾ പോകാൻ പ്രയാസപ്പെട്ട് വിഷമിക്കുന്ന സാഹചര്യത്തിലൊക്കെ പ്രത്യേകം ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അതിൽ കാര്യമായിട്ട് ഒന്ന് സൂറത്തുർ റഅദ് തന്നെയാണ്. ഖുർആനിലൊരു സൂറത്താണല്ലോ സൂറത്തുർ റഅദ്. അത് ഓതാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെയും ഉണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എഴുതിയിട്ട് മാച്ചു കൊടുക്കുന്ന രൂപങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഒന്നാമതായിട്ട് പറയുന്നത് ഈ പറയുന്ന റഅദ് സൂറത്ത് തന്നെയാണ്. ആ മരണം ആസന്നമായ ആളുടെ അടുത്ത് സൂറത്തുർ റഅദ് ഓതണം എന്നുള്ളത് മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നുണ്ട്. തുഹ്ഫയുടെ 3-ാം വാള്യം ഇതിൻ്റെ 149-ാമത്തെ പേജിലുണ്ടോ വറഅദു. അപ്പോൾ എൻ്റെ മരണമാസന്നമായ ആളുടെ അടുക്കൽ സൂറത്ത് യാസീൻ ഓത് അതാരുണ്ട്. അതിന് പുറമെ കൊണ്ട് തുടർന്ന് പറയുന്നു റഅദ് സൂറത്തും ഓതണം. കാരണം എന്തേ കാരണം? അവിടെ കാരണം തന്നെ പറഞ്ഞാൽ എന്താ? ലി അന്നഹ തുസഹിലു തുലൂ അർ റൂഹ്. ഉണ്ടോ, ഈ റൂഹ് പോകാൻ കുറേ പ്രയാസപ്പെട്ട് ഇപ്പം ഈ പറയുന്ന സാഹചര്യമൊക്കെ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അതിന് എളുപ്പ സഹായകരമാകും ഈ പറയുന്ന റഅദ് സൂറത്ത് ഓതിയാൽ എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അത് സുന്നത്തും കൂടെയാണ് എന്ന് ഖത്തീബ് ഷർബീനി റഹിമഹുല്ല മുഗ്നി മുഹ്താജിലും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. മുഗ്നി മുഹ്താജിൻ്റെ 2-ാം വാള്യം ഇതിൻ്റെ 8-ാമത്തെ പേജിലുണ്ടാവും. വസ്തഹബ്ബ ബഅദുൽ അസ്ഹാബി അൻ യുഖറഅ ഇൻദഹു സൂറത്തുർ റഅദ്. ഉണ്ടോ, സൂറത്തുർ റഅദ് ഓതൽ സുന്നത്താണ്. ആ മരണം ആസന്നമായ ആളുടെ അടുക്കൽ ഈ പറയുന്ന എൻ്റെ സൂറത്തുർ റഅദ് ഓതൽ സുന്നത്തുണ്ട് എന്നുള്ളത്. അത് സുന്നത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ് സുന്നത്ത്? അതായത് അയാൾക്ക് അതിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാകാത്തോടത്തോളം കാലാണ് നമുക്ക് ഈ സുന്നത്ത് എന്ന് പറഞ്ഞ സംഗതി നമുക്ക് ഓതല്. നേരെ മറിച്ച് ഈ മരണമാസന്നമായ ആൾക്ക് ഈ പറയുന്നത് ആവശ്യകതയുണ്ട്, അതിൻ്റെ അടയാളങ്ങളും മറ്റുള്ളതും നമുക്ക് പ്രകടമായി നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷെ നിർബന്ധവുമാകും. അങ്ങനെയാണ് ഇതിന് അർത്ഥം വെക്കേണ്ടത് എന്നുള്ളത് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സുന്നത്ത് എന്നല്ല, ചില സന്ദർഭങ്ങളിൽ നിർബന്ധമാകുന്നുണ്ട്. റംലി ഇമാമിന്റെ നിഹായുടെ 2-ാം വാള്യം ഇതിന്റെ 208-ാമത്തെ പേജിലൊക്കെ ഈ പറയുന്ന കിതാബുൽ ജനായിസിന്റെ തുടക്കം നോക്കിയാൽ കാണും. ഉണ്ടോ മഹല്ലുഹു. ഇപ്പൊ സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, അതിന്റെ മഹല്ലപ്പയാണ്. എപ്പോഴാണിത് സുന്നത്ത് എന്ന് പറഞ്ഞത്? ഇന്ദ അദ്മി ളുഹൂരി അമാറത്തി ഇഹ്തിയാജിൽ മുഹ്തളിരി ഇലൈഹി. ഉണ്ടോ, മരണമാസന്നമായി കിടക്കുന്ന ആളുടെ അടുക്കൽ അത് ആവശ്യകമാകുന്ന പ്രകടം നമുക്ക് ആകാത്ത അതിൻ്റെ ആ അടയാളം പ്രകടമായി വരാത്തോടത്തോളം കാലമൊക്കെ നമുക്ക് സുന്നത്തുണ്ട്. അപ്പം നമുക്ക് സുന്നത്തായിട്ട് വരുന്നുണ്ട്. അമ്മ ഇന്ദ ളുഹൂരിഹ അങ്ങനെയല്ല. അങ്ങനെ ഈ പറയുന്ന മരണമാസന്നമായ ആൾക്ക് ഈ പറയുന്ന ഇത് ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം നമുക്ക് പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുകയാണെങ്കിലോ ഫഹുവ വാജിബുൻ കമാ ഹുവ വാദിഹുൻ, അത് നിർബന്ധമാകും. അങ്ങനെയാണ് മനസ്സിലാകുന്നതൊക്കെ. അപ്പൊ സുന്നത്ത് എന്നല്ല, ചില സന്ദർഭങ്ങളിൽ നിർബന്ധമാകുന്നുണ്ട്. എന്തായാലും സുന്നത്തുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും മരണമാസന്നമായ ആളുടെ അടുക്കൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സൂറത്തുർ റഅദ് ഓതണം. ഓതുകയാണെങ്കിൽ തന്നെ പതുക്കെ ഓതിയാൽ മതി, ഉറക്കം ഓതരുത്. ഇനി ആ പറയുന്ന വ്യക്തി മരണമാസന്നമായി കിടക്കുന്ന വ്യക്തി
നമ്മളോട് ഉറക്കം ഓതാൻ ആവശ്യപ്പെട്ടാലും നമ്മൾ പതുക്കെയാണ് ആക്കേണ്ടത്. അത് അവനക്ക് ബാധിക്കും, പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് പതുക്കെ ഓതണം, യാസീൻ പോലെയല്ല പതുക്കെ ഓതണം അവിടെ എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് തന്നെ തുഹ്ഫ അധികരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു ആശത്തു ഷർവാനിയിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആശത്തു ഷർവാനിയുടെ 3-ാം വാള്യം ഇതിൻ്റെ 476-ാമത്തെ പേജിലായിട്ട് പറയണ്ടോ. അപ്പൊ യൂഹദ് മിൻഹു ഇപ്പൊ ഈ പറഞ്ഞതിന്നൊക്കെ നമുക്ക് മനസ്സിലായി വരുന്നത് അന്നഹു യുസ്തഹബ്ബു ഖിറാഅത്തുഹാ സിർറൻ. കണ്ടോ, ഈ പറയുന്ന സൂറത്തുർ റഅദ് നമ്മൾ ഓതേണ്ടത് പതുക്കെയാണ്. വലു അമറഹുൽ മുഹ്തദറു ബിൽ ഖിറാഅത്തി ജഹ്റാ, മരണമാസന്നമായി കിടക്കുന്ന ആൾ ഉറക്കം ഓതാൻ വേണ്ടി പറഞ്ഞാലും നമ്മൾ പതുക്കെയാണ് ഓതി കൊടുക്കേണ്ടത്. കാരണം എന്താ, ഇല്ലത്ത് പറഞ്ഞ അന്ന ഫീഹി സിയാദത്ത് ഈലാമിൽ ലഹു, അയാൾക്ക് ആ വേദന കൂട്ടി വരുത്താനേ കാരണമാവുള്ളൂ. അപ്പം ആയതുകൊണ്ട് തന്നെ പതുക്കെ ഓതിയാൽ മതി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് യാസീൻ പോലെ അല്ലല്ലോ സൂറത്തുർ റഅദ് ആകുമ്പം അതിൻ്റെ ഭയാനകതയും ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ വർണ്ണിക്കുന്നുണ്ട്. നേരെ മറിച്ച് യാസീൻ്റെ ഹിക്മത്ത് വേറെയാണ് അവിടെ പറയുന്നത്. അപ്പം ഏതായാലും അതുകൊണ്ട് വേദന അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉറക്കയാക്കണ്ട, അത് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ നമ്മൾ പതുക്കെയാണ് ആക്കേണ്ടത് എന്നുള്ളത്. ഏതായാലും ഈ പറയുന്ന സൂറത്തുർ റഅദ് പതുക്കെയായിട്ട് ഓതൽ അവിടെ സുന്നത്തുണ്ട്. അപ്പം ഈ പറയുന്ന റൂഹ് പോവൽ പ്രയാസകരമായ ഘട്ടങ്ങൾ വരുമ്പം അതിന് സഹായകരമായിട്ട് ഇത് കയറി വരും എന്ന് തന്നെയാണ് ഫുഖഹാ പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല, സയ്യിദുൽ ഇസ്തിഗ്ഫാർ കൊണ്ടൊരു ചികിത്സ പോലെയും ഇസ്മായിൽ ബറൂസഫി റഹിമഹുല്ല റൂഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിന്റെ കിതാബിലും പറയുന്നത് കണ്ടു. അതും അവിടെ പറയുന്നത് കണ്ടു. സൂറത്ത് തഫ്സീർ റൂഹുൽ ബയാൻ അതിൻ്റെ 10-ാം വാള്യം, അതായത് നമ്മളെ മുസമ്മിൽ സൂറത്ത് ഉണ്ടല്ലോ, മുസമ്മിൽ സൂറത്ത് 20 ആയത്താണ്. ആ ആയത്ത് അവസാനിക്കുന്ന തന്നെ എങ്ങനെയാണ്, വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹു ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മുസമ്മൽ സൂറത്ത് അവസാനിപ്പിക്കുന്ന ഇസ്മായിൽ ബറൂസവി ഈ സംഭവം പറഞ്ഞാണ്ടാണ്. കണ്ടോ, വമൻ കതബ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എഴുതുകയാണെങ്കിൽ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഹദീസിലൊക്കെ വന്ന ഒരുപാട് സംഭവമായൊരു ദിക്റാണത്. അത് മനഃപ്പാടമാക്കിയാലുണ്ടാകുന്ന നേട്ടഗുണങ്ങൾ, ചൊല്ലിപ്പറഞ്ഞാലുണ്ടാകുന്ന നേട്ടഗുണങ്ങൾ, അങ്ങനെ ഒരുപാട് ധാരാളം സ്വഹീഹ ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട്. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതാണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് പറയുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എഴുതുമ്പോൾ അതിൻ്റെതായ നിബന്ധനയൊക്കെ ഉണ്ടാകും കേട്ടോ. പ്ലേറ്റിൽ എഴുതാറില്ല, അതിൻ്റെതായ നിബന്ധന ഉണ്ടാകും. എന്നിട്ട് വജറഅഹു ലിമൻ സഇബ അലൈഹിൽ മൗത്ത്, കണ്ടോ, എൻ്റെ മരണം പ്രയാസപ്പെട്ട് കിടക്കുന്ന ആൾക്ക് അത് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. എഴുതിയിട്ട് വായിച്ച പിന്നാണ് എഴുതി കുടിച്ചതെന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിൽ അങ്ങനെ ആക്കി കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ഇൻതലഖ് ലിസാനുഹു വസഹുല അലൈഹിൽ മൗത്തു, അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനും കഴിയും. അതുപോലെ തന്നെ മരണം അത് എൻ്റെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ അദ്ദേഹത്തിന് റാഹത്തായി കിട്ടുകയും ചെയ്യും. അപ്പോൾ കലിമെല്ലാനൊക്കെ തോഫീക്ക് കിട്ടുകയാണ്, അതുപോലെ തന്നെ അതിനൊക്കെ നാവ് വാചാലമായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കിട്ടണല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പറയുകയാണ് എന്താണ്, അത് വെറുതെ അങ്ങോട്ട് പറയുമൊന്നുമല്ല, വക്കത് ജുരിബ മിറാറ, ഇതൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ട കാര്യമാണ് എന്നും കൂടി പറയുന്നുണ്ട്. മുജറബാത്ത് അറിയില്ലേ, അപ്പോൾ ബോധ്യപ്പെട്ട കാര്യം കൂടിയാണ് എന്നുള്ളത്. അപ്പൊ ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ മരണമാസന്നമായ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് കാര്യമായിട്ട് പറയുന്നത് ഒന്ന് സൂറത്തുർ റഅദും അതുപോലെ തന്നെ ഇപ്പം പറയുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്ലേറ്റിൽ എഴുതിയിട്ട് മായ്ച്ചു കുടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും. ഇനി അത് ചിലപ്പോൾ പ്രയാസക്കാരൻ, കാരണം ഒന്നിനും കഴിയാതെ അങ്ങനെ ഒന്നും ഉണ്ടാതെ അങ്ങനെ കിടക്കുകയായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറയുന്ന കുടിപ്പിക്കലൊന്നും നടക്കൂല. അപ്പോൾ ഇതിനെ സൂറത്തുർ റഅദ് എന്തായാലും ഓതല്ല, അത് നമ്മൾ ഓതി കൊടുക്കേണ്ടതല്ലേ. ഓതുന്നവരെന്ത് ചെയ്യുക, ഉറക്കം ഓതാതെ പതുക്കെ അങ്ങനെ ഓതി കൊടുക്കുക കേട്ടോ.